റമദാൻ വ്രതത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനെ വരവേറ്റ് വിശ്വാസി സമൂഹം കേരളത്തിൽ നിന്ന് റമദാൻ ഒന്നാണ്. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും മാസമായ റമദാനിൽ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഷാബാൻ 30 പൂർത്തിയാക്കി വിശ്വാസി സമൂഹം വ്രതകാലത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള ഒരു മാസക്കാലം അത് ആത്മസംസ്കരണത്തിൻ്റെത്. നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മശുദ്ധീകരണത്തിന്റെ ഒരു മാസം. വിശ്വാസികൾക്ക് ഇത് പുണ്യകാലം. മറ്റുള്ളവന്റെ വേദന തൻ്റേതാകുന്ന ആത്മസമർപ്പണത്തിന്റെ 30 ദിവസങ്ങൾ. പകൽ മുഴുവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതാനുഷ്ഠാനം, രാത്രി വൈകി വരെയുള്ള പ്രാർത്ഥനയും ഖുർആൻ പാരായണവും. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാത്തവന്റെ നോമ്പ് വെറും വിശപ്പ് മാത്രമായിരിക്കുമെന്നാണ് പ്രവാചക വചനം. റമദാനിലെ ഓരോ ദിവസങ്ങളും പാപമോചനങ്ങൾ, ഗതകാല ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾ, തെറ്റുകൾ അതെല്ലാം പടച്ച റബ്ബിനോട് മാപ്പപേക്ഷിക്കാനും കരുണ റബ്ബിനോട് ചോദിച്ചു വാങ്ങാനും മടി കാണിക്കാതെ എല്ലാ ദിവസവും പവിത്രത മനസ്സിലാക്കി പ്രാർത്ഥനയിലായി ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് റമദാന് ഇത്രയേറെ പവിത്രത കൽപ്പിക്കപ്പെടുന്നതും. ഈ മാസത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്നാണ് വിശ്വാസം. അടുത്ത ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള കാലം കൂടിയാണ് വിശ്വാസികൾക്ക് ഈയൊരു മാസം. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.